യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് ഏം, പലപ്പോഴും വലിയൊരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിലെ ഹ്യൂമൻ വശങ്ങളെ കുറച്ചുകൂടെ അധികം എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കോൺട്രവേഴ്സീസ് ധാരാളം ഉണ്ടാകും എന്നുള്ളത്. ബൈബിളിലെ സുവിശേഷ പുസ്തകങ്ങളോടൊപ്പം മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ചേർത്തുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്നാൽ അതേസമയം ഒരു റീഇൻറ്റർപ്രിറ്റേഷൻ ആണ് ഈ നോവൽ എന്ന് പറയുന്നത്. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തേരും. നോവൽ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് യേശു മരപ്പണിശാലയിലാണ്. അവിടെ യേശു ഉണ്ടാക്കുന്നത് കുരിശുകളാണ്. ഈ കുരിശുകളാകട്ടെ റോമാക്കാർക്കെതിരെ ലഹള ചെയ്ത യഹൂദ വംശത്തിൽപ്പെട്ടവരെ ക്രൂശിക്കാൻ വേണ്ടിയുള്ളതുമാണ്. എന്നാൽ യേശുവിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നു. താൻ എന്തിനാണ് ഈ കുരിശുകൾ ഉണ്ടാക്കുന്നത്? ദൈവം എന്നെ കൊണ്ട് എന്തിന് ഈ ജോലി ചെയ്യിപ്പിക്കുന്നു? നാട്ടുകാരെല്ലാം യേശുവിനെതിരാണ്. കാരണം റോമാക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന അവരുടെ സ്വന്തം നാട്ടുകാരെ അല്ലെങ്കിൽ സ്വന്തം വംശത്തിലുള്ളവരെയാണ് ക്രൂശിക്കുന്നത്. അതിനുവേണ്ടി ക്രൂശ് ഉണ്ടാക്കുന്നതോ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളും. അപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാവരും യേശുവിനെ കുറ്റം പറയുന്നുണ്ട്. ദ ട്രൈറ്റർ ടു ദ കോസ്, ചതിയനാണ്. അതായത് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി റോമാക്കാർക്കെതിരെ പൊരുതുന്നവനെ അവർക്ക് ക്രൂശിക്കാൻ സഹായം ചെയ്യുന്നവൻ. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരാളാണ് യേശു. അമ്മയായ മറിയ യേശു ഇടയ്ക്കൊക്കെ ഈ പണിശാലയിൽ ഇരുന്ന് കരയുന്നതും അതുപോലെ നിലവിളിക്കുന്നതൊക്കെ കേൾക്കാം. അവർക്കും മനസ്സിലായിട്ടില്ല യേശുവിനെ എന്താണ് ഇത്ര അധികം ടോർമെന്റ് ചെയ്യുന്നതെന്ന്. അത് യേശുവിന് പോലും മനസ്സിലായിട്ടില്ല. യേശുവിന്റെ മനസ്സിലുള്ളത് തനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ദൈവമാണോ അതോ ചെകുത്താനാണോ? അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ, ഒരു സെൽഫ് ഡൗട്ട്സ് ഉള്ള ഒരാളാണ് ഈ നോവലിൽ യേശു. നിരന്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും അതിന് ഉത്തരങ്ങൾ തേടുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റുന്നത്. എന്തിനേറെ പറയുന്നു, വീട് വിട്ട് ഇറങ്ങി ഓടി അവസാനം മൊണാസ്ട്രിയിലെത്തി. അവിടെ ഒരു സന്യാസി വര്യനോട് യേശു ചോദിക്കുന്നു, ഞാനാണ് ദൈവപുത്രൻ എന്ന്, ഈ ലോകത്തെ വിടുവിക്കാൻ വന്നവനെന്ന് എന്നോട് പറയുന്നത് ദൈവമാണോ അതോ ചെകുത്താനാണോ? താൻ സ്വയം എന്താണ് എന്നുള്ള ചോദ്യം ഏറ്റവും അധികം യേശുവിനെ അലട്ടുന്നുണ്ട്. ഇങ്ങനെയൊരു കഥാപാത്രത്തെയാണ് യേശുവായി നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മഗ്ദലന മറിയം യേശുവിൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട, അതായത് യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരന്റെ പുത്രിയാണ്. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിലും യേശു എപ്പോഴൊക്കെ മഗ്ദലന മറിയത്തെക്കുറിച്ച് ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ഫിറ്റ്സ് വന്ന് വീഴുന്നത് പോലെ മറിഞ്ഞു വീഴുകയാണ്. എങ്ങനെയോ ആ ഇഷ്ടം പറയാനോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനോ യേശുവിന് സാധിക്കുന്നില്ല. മഗ്ദലന മറിയം ആവട്ടെ യേശുവിനെ ഇങ്ങനെ ദുരിതത്തിലാക്കി എന്ന് പറഞ്ഞ് ദൈവത്തെയും വെറുത്ത് എല്ലാം വിട്ടെറിഞ്ഞ് ഒരു വേശ്യയായി ജീവിക്കുകയാണ്. പിന്നെയുള്ളത് യൂദാസാണ്. യൂദാസ് റോമാക്കാർക്കെതിരെ പൊരുതുന്ന ആ കൂട്ടത്തിലെ ഒരാളാണ്. അയാൾക്കാണെങ്കിൽ യേശുവിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം യേശു ബാക്കിയുള്ളവർക്ക്, അതായത് അയാളുടെ കൂടെയുള്ളവരെ ക്രൂശിക്കാൻ വേണ്ടി കുരിശുണ്ടാക്കുന്നവനാണ്. അങ്ങനെ യേശുവിനെ പിന്തുടർന്ന് കൊല്ലാൻ നടക്കുന്ന യൂദാസിന് പക്ഷേ യേശുവിനെ കയ്യിൽ കിട്ടുമ്പോൾ കൊല്ലാൻ പറ്റുന്നില്ല. കാരണം കൊല്ലാൻ വരുന്ന യൂദാസിനോട് യേശു പറയുന്നു എന്നെ കൊന്നോളാൻ. അപ്പോ യൂദാസ് തന്നെ ഒരു ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഒരുത്തിനെ കൊല്ലാനുള്ള എല്ലാ ഊർജവും എടുത്ത് വരുന്ന യൂദാസിന് അത് സാധിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ ഒരു കരണത്ത് അടിക്കുമ്പോൾ മറുകരണം കാണിക്കുക എന്നുള്ള ഒരു ഐഡിയയിലൊക്കെ യൂദാസ് വളരെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ഇതെന്ത് തരം മനുഷ്യനാണ്? അങ്ങനെ യേശുവിനെ അല്ലെങ്കിൽ യേശുവിൽ ആകർഷനായ ഇയാൾ യേശുവിന്റെ പിൻപേ പോകുന്നതാണ് ബാക്കി നടക്കുന്നത്. യൂദാസിന്റെ ക്രിസ്തു ഇസ്രായേലിനെ അതിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന വളരെ വയലന്റായ ഒരു രക്ഷകനാണ്. എന്നാൽ അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടായി വരുന്നൊരു മെഷിഹയെ അയാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് എന്ത് തരത്തിലുള്ള ഒരു സാക്രിഫൈസ് ആണെന്ന് അയാൾക്ക് ആലോചിക്കാൻ കൂടെ ഒരു രീതിയിലും പറ്റുന്നില്ല. അവസാനം യേശുവിനെ ഒറ്റക്കെടുക്കുന്നത് പോലും യേശുക്രിസ്തുവിന്റെ ആജ്ഞ കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പരിചിതമായ പല കഥാപാത്രങ്ങളെയും കാണിച്ചു തരുന്നൊരു നോവലാണ്. ഇപ്പോൾ യൂദാസിന്റെ കാര്യം പറയുമ്പോൾ യേശുവിനെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായി കാണിക്കുന്ന യൂദാസിനെ തന്നെയാണ്. ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ദി ഡിസൈപ്പിൾസ്. അതുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കാനായി യൂദാസിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് യേശു പറയുന്നത്. തൻ്റെ നിയോഗത്തിന്റെ ഉറപ്പിനായി യേശു പലരെയും സമീപിക്കുന്നുണ്ട്. അതിനായി യോഹന്നാന്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് ഓരോ ഘട്ടം എത്തുമ്പോഴും ഒരു സ്പോണ്ടേനിറ്റിയിലാണ് യേശുക്രിസ്തു വർക്ക് ചെയ്യുന്നത് നമുക്ക് തോന്നും. അതായത്
ബൈബിളിലെ യേശുക്രിസ്തു എപ്പോഴും ഷുവറായ ഒരാളാണ്. ഫുള്ളി എല്ലാ നോളജുമുള്ള, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവുള്ള, ഒരു പൂർണ്ണമായും എല്ലാത്തിനെ കുറിച്ചും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന ഒരു ക്രിസ്തു. എന്നാൽ കസൻ സാക്കസിന്റെ ക്രിസ്തു ഡൗട്ട്ഫുൾ ആണ്. എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് തന്നെ ഉറപ്പില്ല. അങ്ങനത്തെ ഒരു യേശുവിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ ടെംപ്റ്റേഷൻസ്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എല്ലാ മനുഷ്യരെയും പോലെ ആലോചിക്കുന്ന ഒരു യേശു, അത് വളരെ നമുക്ക് തന്നെ ചിന്തിക്കാൻ ഒരുപാട് ഇടം തരുന്ന ഒരു ബുക്കാണിത്. ഈ ബുക്കിന്റെ ടൈറ്റിലായ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ശരിക്കും സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശിലാണ്. അതായത് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശു ഏലി ഏലി എന്ന് വിളിച്ചു കഴിയുമ്പോൾ യേശു പെട്ടെന്ന് ഒരു വിഷൻ കാണുകയാണ്. എന്നാൽ ആ ദർശനത്തിൽ യേശു കുരിശു വിട്ട് ഇറങ്ങിപ്പോവുകയും പിന്നീട് ലൗകികമായ ജീവിതത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത്. അത് പിന്നീട് മഗ്ദല മറിയത്തോടു കൂടെ പോവുകയും മാർത്തയും മറിയയും വിവാഹം ചെയ്യുന്ന ഒരു യേശുക്രിസ്തു, അതിന്റെ ഏറ്റവും അവസാനം യേശുക്രിസ്തുവിനെ വീണ്ടും ശിഷ്യന്മാരൊക്കെ വന്ന് ടോർമെന്റ് ചെയ്യുന്നു. നീ ഞങ്ങളെ ഇട്ടേച്ച് പോയവനാണ്, ഡിസേർട്ടർ ആണ് എന്നൊക്കെ പറഞ്ഞ് ടോർമെന്റ് ചെയ്യുന്നു. എന്നാൽ യേശു തിരിച്ച് അതേ ക്രൂശിൽ തന്നെ ഉണരുന്നു. അപ്പോൾ താൻ അത്ര നേരം കണ്ടത് മറ്റൊരു ടെംപ്റ്റേഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു മരിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ഹി ഹാഡ് സെഡ് എവറിത്തിങ് ഹാസ് ബിഗൺ. അങ്ങനെ നമ്മൾ ഈ നോവലിൽ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വളരെ ഡിഫറെൻ്റ് ആയ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ നോവല് വായിക്കുമ്പോൾ ശരിക്കും തോന്നിയിട്ടുള്ളത് അത് യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ആ ഒരു തീംസിനെ കുറിച്ച് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കാൻ തീരുമാനിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഡിസിഷൻസിനെ കുറിച്ചും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു നോവലാണിത്. അതായത് നിങ്ങൾ ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിനെ എങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നൊക്കെ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു നോവലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ചിട്ടാണ്. പ്രജുഡിസ് ഇല്ലാതെ ഈ പുസ്തകം വായിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണെന്നുള്ളതുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ പുതിയ ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം തരുമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മതി. എങ്കിൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.